മാമായ ഞാൻ തലതല്ലി പൊളിച്ചിട്ടേക്കെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ. സാറേ അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴേ കേസാവേണ്ടതാണ്. ഇതൊന്നുമല്ല സാറേ, ഞാൻ വാടക വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞേ ചുരുക്കാ സാറേ. അവന് സുബൈർ നിന്റെ മാമയാകുമ്പോ നീ അബൂബക്കറിന്റെ മോനാത്ര? അതെ, നസീർ ബക്കർ. അങ്ങനെ വരട്ടെ. ബാബയും ഞാൻ നല്ല സുഹൃത്തുക്കളാ. കഴിഞ്ഞ അവിടെ വന്നപ്പോഴും ഞങ്ങളമ്മ ഒന്ന് കണ്ടതാ. നിന്നെ എനിക്ക് കൊച്ചുനാളോട്ട് അറിയാം. നീ ഒരു കുഴപ്പവും ചെയ്യില്ലെന്നും എനിക്കറിയാം. കുഴപ്പമുണ്ടാക്കിയത് അപ്പൊ ദൈവനാ. നീ ഇവനെ തല്ലിയോടാ? തല്ലി. എന്തിനാ തല്ലിയത്? എന്റെ വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോയത് ഇവന്റെ ആളുകളാ. എടാ, പണം കൊണ്ടുപോയി പറഞ്ഞോ? ഈ നസീർ പറഞ്ഞിട്ടാ പണം ഞങ്ങൾ എടുത്തേന്ന്. ഇവന്മാരെ പിടിച്ച് അകത്തിട്ട് ശരിക്കും ചോദ്യം ചെയ്താ ഇവന്മാർ തത്ത പറയുന്ന പോലെ പറയും. പണം എടുത്തതും സുബൈറക്കട തല തല്ലി ആശുപത്രിയിലാക്കിയതും ഈ പൊന്നാര മോൻ തന്നെയാണെന്ന്. അത് ശരി. അപ്പൊ നീ പോലീസുകാർക്ക് കേസ് കളിക്കാനുള്ള റൂട്ട് പറഞ്ഞു തരികയാണോ? ഈ പറഞ്ഞ സുബൈർ നീ തമ്മിലുള്ള ബന്ധം എന്താ? സുബൈർക്കട വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അയാളുടെ സംരക്ഷണവും നീ ഏറ്റെടുത്തിട്ടില്ലല്ലോ. മൊത്തത്തിൽ ദത്തെടുത്തിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോടാ? ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് അവിടുന്ന് ആരും പരാതി തരാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എങ്ങനെ ഈ നസീറിനെതിരെ കേസെടുക്കും? ഭാര്യ കളക്ടറാണെന്ന് പറഞ്ഞ് വെറുതെ ഷോറക്കല്ലേ നീ? അതോ നീ നിന്റെ പഴയ ഗുണ്ടായസം തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണോ? അതെ, എങ്കിൽ നീ ഒന്ന് കരുതിക്കോ. പഴയ ചന്ദ്രബോസ് അല്ല ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് അറിഞ്ഞ് വിളയാടിയ നീ ലോക്കപ്പിൽ കിടന്ന് ചക്രശ്വാസം വലിക്കും. ഇല്ലെങ്കിൽ ഞാൻ വലിപ്പിക്കും. എന്റെ കൈപ്പാകത്തിൽ നീ വീഴാതിരിക്കാൻ ശ്രമിച്ച കാലം പോയ കാലത്ത് യൂറിൻ ഇൻഫെക്ഷൻ ഇല്ലാതെ കാലം തീർക്കും. ഇല്ലെങ്കിൽ നേരെ ചൊവ്വെ പോകാത്ത രീതിയിലാക്കും ഈ ചന്ദ്രബോസ്. ബുദ്ധിരാക്ഷസനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചന്ദ്രബോസ് സാറിന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റുന്നില്ലേ? ഞാൻ ഇനി എന്ത് ചെയ്യണം? മാഡത്തിനാണെങ്കിലും പറഞ്ഞുതരാം. അന്ന് രോഹിത്തിന്റെ പേരിൽ ഇതെല്ലാം കൂടി എഴുതി വെച്ചിട്ട് കള്ളച്ചാരായം വിറ്റ് കോടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ മറ്റൊരു ബുദ്ധികേന്ദ്രം. എനിക്കുള്ള മറുപടി അവിടെ നിന്ന് കിട്ടിയാലും മതി. ഞാൻ ഇനി എന്ത് ചെയ്യണം? കിട്ടാനുള്ള കോടികളുടെ കണക്കൊന്നും എനിക്ക് വേണ്ട. പകരം ഞാൻ മുടക്കിയ കോടികൾ എനിക്ക് കിട്ടിയാൽ മതി. അതും വാങ്ങിച്ചെനിക്ക് മലേഷ്യയിലേക്ക് തിരിച്ചു പോവാനാ. എടോ, താൻ ഒരുമാതിരി കൂട്ടിലടച്ച വെരിയനെ പോലെയാണെന്ന് പിടയ്ക്കാതെ. കാര്യം നമ്മളെ ഇതൊരു അബദ്ധം സംഭവിച്ചു. ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതി അവൻ പുറത്തു ചാടി. അവനെ മെരുക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നടക്കുന്നുമില്ല. പക്ഷെ അവൻ എത്രത്തോളം പോകുന്നു അറിയട്ടെ. എന്നിട്ട് നമുക്ക് അവനൊരു കൂച്ചു വിലങ്ങിടാം. നിങ്ങൾ കൂച്ചു വിലക്ക് തയ്യാറാക്കി വരുമ്പോ അവ ഇതൊക്കെ വിറ്റ് കാശാക്കിയിരിക്കും. അവനെന്ത് നോക്കാനാ? മുതൽ എന്റേതല്ലേ? ഇയാളും അതിനെന്തായാലും സാധ്യതയില്ല. ആ ഒരു വീടിനോട് എല്ലാവർക്കും ഉള്ളതുപോലെ അവനും ഉണ്ടൊരു അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് ആ ഒരു സാഹസത്തിനൊന്നും അവനെന്തായാലും നിൽക്കാൻ സാധ്യതയില്ല. ഇത് എവിടുന്ന് വിറ്റിയും പറിച്ചു വരുന്നു? ഹോസ്പിറ്റലിൽ മുറി പറ്റി ഞാൻ പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല, അത് ശല്യങ്ങള്.
ചേട്ടാ ചേട്ടൻ ഇത് എങ്ങോട്ടാ പോണ്ടേ? എന്താ എന്റെ ചേട്ടാ, ചേട്ടാ വണ്ടി പോകാൻ നിൽക്കുവാണോ അതോ വണ്ടി മേത്ത് കയറാൻ വേണ്ടി നിൽക്കുവാണോ? അത് അത് ആ എങ്ങോട്ടാ ചേട്ടന് പോകണ്ടെന്ന്? അതാ എനിക്ക് എങ്ങോട്ടാ പോകണ്ടേ? ആ അത് ശരി, അപ്പൊ റിലേ പോയ കേസാണല്ലേ? അല്ല ചേട്ടൻ ഈ റോഡിന്റെ സൈഡിലേക്ക് ഒന്ന് മാറി അതിപ്പോ മാറി നിൽക്കേട്ടാ. ഒരുമാതിരി മാരണങ്ങൾ മനുഷ്യൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങിക്കോളും. ഒന്ന് നിർത്തിക്കേ. അച്ഛനാണല്ലോ. അതെ ഞാനിപ്പോ വരാട്ടോ. അച്ഛാ അച്ഛനെന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ? എന്താ? അല്ല അത് തന്നെ ഞാൻ ആലോചിക്കുന്നേ. അച്ഛാ അച്ഛാ നീ വന്നേ. നീ എന്താ ഇവിടെ? അത് അച്ഛാ ഇതെവിടെ സ്ഥലം? അച്ഛാ അതൊക്കെ പറയാം. അച്ഛൻ നീ വന്നേ. വാ ചേട്ടാ, സോറി കേട്ടോ. നല്ല വട്ടാണല്ലേ. അച്ഛനെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടോ. ഹോസ്പിറ്റലിൽ എൻ്റെ അതേലുള്ള മോനും കൊള്ളാം. വാ. എനിക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന് അതൊക്കെ പറയാ അച്ഛൻ വാ. അല്ല വണ്ടി എടുക്ക്, പോകേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം.